വീട്ടുകാരുടെ പ്രതീക്ഷ പോയി. കാരണം ഞാനിതിന് പ്രൈമറിലി ഇതിന് പഠിക്കുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായി. ലോക്കൽ മീഡിയ ഒക്കെ റെഡി ആയിട്ടിരിക്കുമായിരുന്നു. വിനയത്തിന്റെയും താഴ്മയുടെയും നിറകടമായ നമ്മുടെ കളക്ടർ മീൻകടയിലേക്ക് വരുന്നു. കിട്ടിയില്ലെങ്കിൽ എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ അറ്റംപ്റ്റ് ഹാളിൽ കയറിയത്. അതൊരു സെലിബ്രേഷന്റെ ഇയർ ആയിരുന്നു. അപ്പോൾ പഠിത്തം അപ്പം കുറച്ച് ഉഴപ്പിപ്പോയി ആ ഒരു 1 ഇയർ. ഞാൻ എക്കണോമിക് സർവീസ് എന്ന് പറഞ്ഞാൽ ഡൽഹിയിലോട്ട് ബാഗും പാക്ക് ചെയ്ത് പോകുന്നത്. Hello everyone, welcome to Toppers Talk at Fortune IAS Academy. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഈ കൊല്ലം 81ാം റാങ്ക് നേടിയ റീനു അന്ന മാത്യു ആണ്. പത്തനാപുരത്തു നിന്നുള്ള റീനുവിനോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് റീനു. റീനു ഒരു മീഡിയയ്ക്ക് കൊടുത്ത ബൈറ്റിൽ റീനു പറയുന്നത് കേട്ടു. അതായത് അപ്പ ആദ്യം വിശ്വസിച്ചില്ലേ റിസൾട്ട് വന്നപ്പോൾ, അപ്പയ്ക്ക് PDF ഫൈനൽ റിസൾട്ടിന്റെ PDF കണ്ടപ്പോഴാണ് വിശ്വാസമായതെന്ന്. അതെന്ത് പറ്റി അങ്ങനെ? ശരിക്കും ഞാൻ 3rd അറ്റംപ്റ്റ് പ്രിലിംസ് ഫെയിൽ ആയി കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു 1 ഇയറും കൂടെ ഫുള്ളി UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്നില്ല എന്ന് വീട്ടിൽ പറഞ്ഞു. ഞാൻ ആ സമയത്താണ് പിന്നെ ഇവിടെ പഠിപ്പിക്കാനും കയറി. പിന്നെ പാരലലി ഞാൻ RBI എക്സാമിനും പിന്നെ PG നെറ്റ് അങ്ങനെയൊക്കെ നോക്കി. അപ്പൊ ഞാൻ പിന്നെ ബാക്കപ്പിലോട്ടായിരുന്നു ആ 3rd അറ്റംപ്റ്റ് കഴിഞ്ഞ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വീട്ടുകാരുടെ പ്രതീക്ഷ പോയി. കാരണം ഞാനിതിന് പ്രൈമറിലി ഇതിന് പഠിക്കുന്നില്ല എന്ന് അവർക്ക് മനസ്സിലായി. പിന്നെ അടുത്ത വർഷം ഞാൻ 4th അറ്റംപ്റ്റിൽ പ്രിലിംസ് എഴുതിയത് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അമ്മയ്ക്കറിയായിരുന്നു, പക്ഷെ വേറെ ആരോടും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പ്രിലിംസ് ക്ലിയർ ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ അപ്പയോട് പറയുന്നത്. അപ്പോഴും അപ്പയുടെ മനസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷം പ്രയോറിറ്റി ബേസിസിൽ UPSCക്ക് അല്ല പ്രിപ്പയർ ചെയ്തത്. അപ്പം അധികം കണ്ടന്റ് ഉണ്ടാവില്ല, മെയിൻസ് പാസ്സാവില്ല എന്നാണ് വിചാരിച്ചത്. മെയിൻസിന്റെ റിസൾട്ട് വന്ന് വിളിക്കുമ്പോഴും ഇതേ റിയാക്ഷനാ, നീയോ പാസ്സായോ? ഞാൻ പാസ്സായി. ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിക്കാം. വീട്ടിലെത്തിയിട്ട് ഡീറ്റെയിൽസ് ചോദിച്ചു. ഇന്റർവ്യൂ ഒക്കെ ആയപ്പോഴത്തേക്കും അപ്പയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴും ഉറപ്പില്ലായിരുന്നു. കാരണം മെയിൻസിനാണല്ലോ വെയിറ്റേജ് കൂടുതലുള്ളത്. അപ്പൊ 1 ഇയർ പ്രിപ്പയർ ചെയ്യാതായിട്ടിരുന്നതിന്റെ ഒരു നെഗറ്റീവ് എഫക്ട് ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. സോ അതുകൊണ്ടായിരിക്കും വലിയ പ്രതീക്ഷ ഇല്ലാഞ്ഞോണ്ടായിരുന്നു. ഇപ്പൊ ഒരു വളരെ റെലവെന്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞു. അതായത് വേറെ വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ ഈ കൊല്ലം കണ്ടന്റ് കുറവായിരിക്കും. അപ്പൊ ഈ UPSC പരീക്ഷയ്ക്ക് ഒത്തിരി കണ്ടന്റ് ശരിക്കും വേണോ? റീനുവിന്റെ അഭിപ്രായം എന്താ? കണ്ടന്റ് വേണം. കണ്ടന്റ് ഇല്ലാതെ ഈ പരീക്ഷ നടക്കത്തില്ല. പിന്നെ എൻ്റെ കേസിൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് കണ്ടന്റ് വായിക്കുമ്പോൾ ഞാൻ പഠിച്ചത് എഴുതി വെക്കാനായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്, റാദർ ദാൻ ആൻസറിങ് ദ ക്വസ്റ്റ്യൻ. അപ്പൊ ക്വസ്റ്റ്യൻ അഡ്രസ് ചെയ്യുന്ന പാർട്ട് ഞാൻ പൊതുവെ വിട്ടു. അപ്പൊ സോഷ്യോളജിയുടെ കേസിൽ ഞാൻ കാസ്റ്റിനെ കുറിച്ചൊരു 20 പേജ് വായിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വായിച്ച സാധനം എങ്ങനെയെങ്കിലും കുത്തിക്കയറ്റണമെന്ന് എനിക്കൊരു വാശി വരും. അപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എഴുതാതെ വരും. ഒരു ലിമിറ്റഡ് കണ്ടന്റ് ആണെങ്കിൽ നമുക്ക് ആ ഒരു കുറച്ചും കൂടെ ഒരു ബാലൻസ് വരുമെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ കൂടുതലും ഒരുപാട് ബുക്സ് വായിക്കുന്നതിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നും ആൻസർ കീന്നുമായിരുന്നു കണ്ടന്റ് പഠിച്ചുകൊണ്ടിരുന്നത്. സോ എൻ്റെ ഇതിലൊരു ബാലൻസ് വേണം. റീനു എങ്ങനെയാണ് സിവിൽ സർവീസ് വേണമെന്നുള്ള ആഗ്രഹം തോന്നിയത്? കൊച്ചിലെ തോന്നിയതാണോ, കോളേജിൽ തോന്നിയതാണോ? അതുപോലെ എക്കണോമിക്സ് എടുത്തതും അതുപോലെ ഒരു കോൺഷ്യസ് ഡിസിഷൻ ആയിരുന്നോ സിവിൽ സർവീസിലേക്ക് വരാൻ? ഞാൻ 12th വരെ ബയോമാത്സ് ആയിരുന്നു പഠിച്ചത്. അപ്പൊ ഞാൻ അന്ന് അങ്ങനെ അധികം ട്യൂഷന് പോയിട്ടില്ല. അപ്പൊ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ഒക്കെ ഞാൻ ഒറ്റയ്ക്കിരുന്ന് അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഇനി സയൻസ് പഠിക്കണ്ട എന്നൊരു അവസാനം സാച്ചുറേഷൻ എത്തി. ഇനി എനിക്ക് സയൻസ് പറ്റില്ല എന്ന് ഓർത്തു. അപ്പൊ പിന്നെ എൻ്റെ ഒരു രാജൻ സാർ എന്ന് പറഞ്ഞാൽ എൻ്റെ പത്തനാപുരത്ത് എൻ്റെ ഒരു മെൻറ്റർ പോലുള്ള ഒരു സാറുണ്ട്. അപ്പൊ സാറിനോട് ഞാനിങ്ങനെ ചോദിച്ചു. അപ്പൊ സാറ് പറഞ്ഞു, എനിക്ക് ഞാൻ 3 ഓപ്ഷൻസ് തരാം. ഒന്നെങ്കിൽ സയൻസ് തന്നെ പഠിച്ച് നീറ്റ് എഴുതണം, അല്ലെങ്കിൽ BSc മാത്സ് എടുത്തിട്ട് CAT എക്സാം എഴുതി നല്ല കോളേജിൽ MBA എടുത്തിട്ട് അങ്ങനെ നല്ല പ്ലേസ്മെന്റ് ആയിട്ട് പോകണം, അല്ലെങ്കിൽ എക്കണോമിക്സ് എടുത്ത് പഠിച്ച് ഇന്ത്യൻ എക്കണോമിക് സർവീസിൽ ജോയിൻ ചെയ്യണം. ഇത് 3ഉം നിന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടെന്ന് സാർ പറഞ്ഞു. അപ്പൊ എനിക്ക് നീറ്റ് എന്തായാലും വേണ്ട. പിന്നെ CAT എക്സാമും എനിക്ക് മാത്സും അത്ര ഇൻവോൾവ് ആണല്ലോ. അപ്പൊ എനിക്ക് അതിനോടും വലിയ താല്പര്യം തോന്നിയില്ല. പിന്നെയാണ് ഞാൻ ഇന്ന് ഇന്ത്യൻ എക്കണോമിക് സർവീസ്, എക്കണോമിക്സ് ഒരു പുതിയ സബ്ജക്റ്റ് അല്ലേ, അപ്പൊ അതെന്നാ അങ്ങനെ പുതുതായിട്ട് ഒരു ഫ്രഷ്നെസ് ഉണ്ടാവുമല്ലോ പഠിക്കുമ്പോൾ. അങ്ങനെയാണ് എക്കണോമിക് സർവീസ് എന്ന് പറഞ്ഞാണ് ഡൽഹിയിലോട്ട് ബാഗും പാക്ക് ചെയ്ത് പോകുന്നത്. പിന്നെ അന്ന് എക്കണോമിക് സർവീസിനും സെയിം UPSCയുടെ പ്രിലിംസ് ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് കോളേജിൽ ചെന്നപ്പോൾ NCERT ഫൗണ്ടേഷൻ കോഴ്സ് പോലെ ചെയ്തു. അപ്പൊ ഏകദേശം എല്ലാം പഠിക്കും, ഹിസ്റ്ററിയും ജോഗ്രഫി എല്ലാം വേണ്ടി പഠിക്കും, എക്കണോമിക്സ് മാത്രമല്ല പഠിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ കോളേജിൽ ഒരു അത്യാവശ്യം UPSC സർക്കിൾ ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഫോറിൻ സർവീസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പിന്നെ കോളേജിലാണെങ്കിൽ അവിടെ ചെന്നിട്ടാണ് ശരിക്കും ഇന്റർനാഷണൽ റിലേഷൻസ്, ഡിപ്ലോമസി, ഫോറിൻ അഫയേഴ്സ് ഒക്കെ കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങി. അന്നാണ് പിന്നെ ശശി സുരത് സാറിന്റെ ബുക്കൊക്കെ എടുത്ത് വായിച്ചു തുടങ്ങുന്നത്. അപ്പോഴാണ് ഒരു ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നി. എന്നാൽ പിന്നെ എന്തായാലും പഠിക്കുന്ന സ്ഥിതിക്ക് ഇത് UPSC മെയിൻ തന്നെ എഴുതാമെന്ന് വിചാരിച്ചു. ഇപ്പൊ കോളേജിൽ തന്നെ നമ്മുടെ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞു, NCERT ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞു.
അപ്പോൾ കോളേജിൽ തന്നെ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടോ? ആക്ച്വൽ എക്സാം എഴുതുന്നതിന് മുമ്പ് നമ്മൾ ഒന്നുകൂടെ ബെറ്റർ ഓറിയന്റഡ് ആവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എൻ്റെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോളേജ് കഴിഞ്ഞെത്തി ഐ ന്യൂ എക്സാക്ട്ലി വാട്ട് ടു ഡു ആൻഡ് വാട്ട് നോട്ട് ടു ഡു. കാരണം അങ്ങനെ വലിയ എന്ന് വെച്ചാൽ 3 years ആയിട്ട് ഞാൻ കേട്ടുകൊണ്ടിരുന്ന ടോപ്പേഴ്സ് ടോക്സും ഇന്റർവ്യൂസും അങ്ങനെ ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ അവരെന്താ കൃത്യമായിട്ട് ചെയ്തതെന്നുള്ളത് എനിക്കറിയാമായിരുന്നു. പിന്നെ എനിക്കതൊന്ന് ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ കോളേജ് കഴിഞ്ഞ് എനിക്കൊരു കൺഫ്യൂഷൻ കുറേ എലിമിനേറ്റ് ചെയ്തു. ഏത് പുസ്തകങ്ങൾ വായിക്കണം, എന്ത് ചെയ്യണം എന്നുള്ളത് ക്ലാരിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ന്യൂസ് പേപ്പർ റീഡിങ് ഹാബിറ്റ് കോളേജിൽ നിന്ന് ഡെവലപ്പ് ചെയ്തതാണ്. സോ അതും ഈ ന്യൂസ് പേപ്പർ റീഡിങ് ഹാബിറ്റും പിന്നെ ഒരു ക്ലാരിറ്റി ഓഫ് പ്രിപ്പറേഷനും രണ്ടും എനിക്ക് കോളേജിൽ നിന്ന് തന്നെ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. റീനു ഇപ്പോൾ പറഞ്ഞു നമുക്ക് കോളേജിലെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി വന്നു എന്ത് പഠിക്കണം എന്ത് പഠിക്കേണ്ടതാണ്. പക്ഷേ നമുക്ക് ഈ ഒരു ഓൾമോസ്റ്റ് ക്ലിയർ പ്ലാൻ ആയി. പക്ഷെ എക്സിക്യൂഷനിലോട്ട് വന്നപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ പലപ്പോഴും പ്ലാൻ പോകാറില്ല. റീനുവിന് അങ്ങനെ എന്തെങ്കിലും ചാലഞ്ചസ് ഫേസ് ചെയ്തിരുന്നു? എനിക്കത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കോവിഡിന്റെ സമയത്താണ് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ വീട്ടിൽ നിന്നായിരുന്നു പ്രിപ്പയർ ചെയ്തത്. അപ്പം എനിക്ക് 2 സിബ്ലിങ്സ് ഉണ്ട്. അപ്പം ഞങ്ങൾ പല സ്ഥലത്താണ്. എൻ്റെ ബ്രദർ ആണെങ്കിലും ട്രിവാൻഡ്രത്തായിരുന്നു, എൻ്റെ സിസ്റ്റർ നാട്ടിലും, ഞാൻ ഡൽഹിയിലും. അപ്പം ഞങ്ങൾ 3 പേരും ഒരുമിച്ച് വരുന്നത് കോവിഡിന്റെ അന്നാണ്. അതൊരു സെലിബ്രേഷന്റെ ഇയർ ആയിരുന്നു. അപ്പൊ പഠിത്തം അപ്പം കുറച്ച് ഉഴപ്പിപ്പോയി ആ ഒരു 1 year. അപ്പൊ അതായിരുന്നു എൻ്റെ ഒരു മെയിൻ ചലഞ്ച്. ഞങ്ങൾ വൈകിട്ട് ബാഡ്മിന്റൺ കളിക്കാൻ പോകും, പിന്നെ അവരോട് കുറെ നേരം സംസാരിക്കും. അപ്പൊ ഒരു ഫുൾ ഇൻടു പ്രിപ്പറേഷൻ ആ ഫസ്റ്റ് അറ്റംപ്റ്റ് നടന്നില്ല. എനിക്ക് അതൊരു എൻ്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാതെ പോയൊരു സമയം എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. പക്ഷെ അതിന് നികത്തി ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റ് മര്യാദയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. UPSC ഭയങ്കര ഇൻഫേമസ് ആണ് ബൗൺസേഴ്സ് ത്രോ ചെയ്യുന്നതിൽ. അപ്പോൾ ഈ 3-4 അറ്റംപ്റ്റിൽ റീനുവിന് അങ്ങനെ ബൗൺസേഴ്സ് ആയിട്ട് UPSCയുടെ സൈഡിൽ നിന്ന് എന്തൊക്കെയാ ഫീൽ ചെയ്തിട്ടുള്ളത്? 2023 പ്രിലിംസ്. അയ്യോ, അതെന്ന് വെച്ചാൽ സെക്കൻഡ് അറ്റംപ്റ്റിൽ ഞാൻ മെയിൻസ് ഫെയിലായി. അപ്പോഴത്തേക്ക് നമുക്കൊരു വല്ലാത്ത വാശി വരുമല്ലോ, അടുത്ത അറ്റംപ്റ്റ് എന്തായാലും ക്ലിയർ ചെയ്യണമെന്ന്. അപ്പം പ്രിലിംസ് ഒരു കാരണവശാലും മിസ് ചെയ്യരുതെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ രാവിലെ 4 മണിക്കൊക്കെ എണീറ്റ് മോർണിംഗ് 4:30 till ഈവനിങ് 7:30 പ്രിലിംസിന് വേണ്ടി മാത്രം ഒരു 4 months പഠിച്ചു. അപ്പം അവിടെയാണ് ഞാൻ പറയുന്ന പ്രശ്നം. അപ്പം അത്രയും കണ്ടന്റ് പഠിച്ചു. അപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്ത് ഞാൻ ഈ പഠിച്ച കണ്ടന്റ് UPSC പ്രിലിംസിന് ചോദിക്കുന്നതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ആകെ 10 ചോദ്യം അറിയാം, ബാക്കി 90 ഞാൻ പഠിച്ചതൊന്നും അല്ല വന്നത്. അപ്പൊ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയി, ടെൻഷൻ ബാലൻസ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ദ മോർ ദ കണ്ടന്റ് ദ മോർ ടെൻസ് ടു ബിക്കം. എൻ്റെ കേസിൽ അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. ടെൻഷൻ ഒട്ടും ബാലൻസ് ചെയ്യാൻ പറ്റിയില്ല. ചുമ്മാ ലോജിക്കലി അപ്ലൈ ചെയ്തിരുന്ന ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടിയേനെ, അതും അപ്ലൈ ആയില്ല. ആ പ്രിലിംസ് എനിക്ക് സ്കോർ 70 എങ്ങാണ്ടായിരുന്നു. 75 ആയിരുന്നു കട്ട് ഓഫ്, പക്ഷെ ലോവസ്റ്റ് സ്കോർ. പ്രിലിംസിന് 70 ആയിരുന്നു. ആ വർഷം എല്ലാവർക്കും CSAT പോയത്, എനിക്ക് GS പോയത്. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ UPSC അടി കിട്ടിയത് 2023 പ്രിലിംസ് ആണ്. പിന്നെ പ്രിലിംസ് പോയപ്പോഴത്തേക്കും പിന്നെ മൊത്തം അലമ്പായിരുന്നു. പിന്നെ അപ്പൊ നമ്മളിങ്ങനെ ഇത്രയും ഹാർഡ് വർക്ക് ഇട്ടിട്ട് നമുക്ക് പ്രിലിംസ് പോലും കിട്ടാത്തപ്പോ നമുക്ക് തന്നെ ഒരു സെൽഫ് ഡൗട്ട് വരില്ലേ? എന്നെ കൊണ്ട് ഇത് പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ തിരിച്ചു വരും? എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ ട്രൈ ചെയ്തു. പിന്നെ എങ്ങനെ ബൗൺസ് ബാക്ക് ചെയ്തേ? അതായത് വീണ്ടും എഴുതി ഇപ്പോ ഏറ്റവും നല്ല റാങ്ക് കിട്ടി. എനിക്ക് പക്ഷേ സെൽഫ് ഡൗട്ടും അണ്ടർ കോൺഫിഡൻസും നല്ലതായിരുന്നു എന്നാണ് തോന്നിയത്. കാരണം എനിക്ക് ഓരോ സ്റ്റേജിലും സെൽഫ് ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഓരോ ദിവസം ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു. അപ്പൊ എനിക്ക് ആ ഒരു ഇമ്പ്രൂവ്മെന്റിന്റെ സ്കോപ്പ് ഞാൻ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടേയിരുന്നു. ചിലപ്പോൾ അതെനിക്ക് ബെനിഫിഷ്യൽ ആയിട്ട് തോന്നി. പിന്നെ 4th അറ്റംപ്റ്റിൽ ഞാൻ പ്ലാൻ B ആൻഡ് പ്ലാൻ C സെറ്റ് ചെയ്തു. UPSC അല്ലെങ്കിൽ പ്ലാൻ B ഇത് പ്ലാൻ C ഇതെന്ന് സെറ്റ് ചെയ്തു. 4th അറ്റംപ്റ്റ് ഞാൻ പ്രിലിംസിന്റെ ഹാളിൽ കയറുമ്പോൾ ഒട്ടും ടെൻഷൻ ഇല്ലാതെ പോയത്. കാരണം കണ്ടന്റും അധികം കയറ്റിയിട്ടില്ല. കഴിഞ്ഞ വർഷം കയറ്റി അതേപോലെ ഇത്തവണ കയറ്റിയിട്ടില്ല. കണ്ടന്റും അധികം കയറ്റിയിട്ടില്ല. ഇത് കിട്ടിയാലും എനിക്ക് കിട്ടിയില്ലെങ്കിലും എനിക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ അറ്റംപ്റ്റ് ഹാളിൽ കയറിയത്. അപ്പോൾ ഹാളിൽ കയറി ആദ്യത്തെ ചോദ്യം അറിയാം. അങ്ങനെ നോക്കുമ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ എനിക്ക് ഏകദേശം 50-55 ചോദ്യം അറിയാം. എനിക്ക് തന്നെ അത്ഭുതമായിപ്പോയി. കാരണം കഴിഞ്ഞ തവണ അത്രയും പഠിച്ചിട്ട് എനിക്ക് 10 അറിയത്തുള്ളൂ. ഇത്തവണ വരുമ്പോൾ 50-55 അറിയാം. ഞാൻ അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഹാളിൽ നിന്ന് ഞാൻ പെതുക്കെ എല്ലാവരും ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു, എല്ലാവർക്കും സെയിം പേപ്പറാണോ കിട്ടിയത്. അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ കേസിൽ ആ കണ്ടന്റും കുറഞ്ഞൊന്ന് ടെൻഷൻ ഒന്ന് കുറഞ്ഞപ്പോഴായിരിക്കും എനിക്ക് പ്രിലിംസ് പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റിയത്. അപ്പൊ അതാണ് വർക്ക് ഫോർ മീ. ഫെയിലിയറിനെ ഫേസ് ചെയ്യാൻ എനിക്ക് ധൈര്യം വന്നപ്പോഴാണ് ഞാൻ ഈ എക്സാം ക്ലിയർ ചെയ്തത്. കാരണം ഇത് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ഒന്നും ഇല്ല എന്ന ആറ്റിറ്റ്യൂഡ് വന്നപ്പോഴാണ് ഞാൻ ശരിക്കും ക്ലിയർ ചെയ്തത്. പോകുന്നെങ്കിൽ അങ്ങ് പോട്ടെ എന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ഇപ്പോൾ റീനു മെന്ററായിട്ടും ടീച്ചറായിട്ടും ആൻഡ് ഓൾസോ മൾട്ടിപ്പിൾ ടൈംസ് എഴുതിയപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ട്. ഈ ടിപ്പിക്കലി ഒരു ഫസ്റ്റ് ടൈമർ ചെയ്യുന്ന മിസ്റ്റേക്സ് അങ്ങനെ എന്താ റീനു ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? എനിക്ക് ഒരു കാര്യം
എൻ്റെ മനസ്സിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ UPSC പ്രിപ്പറേഷന് വേണ്ടി വരുന്നത് ഹൈ അച്ചീവർ സ്റ്റുഡൻ്റ് ആയിരിക്കും. 10th-ലും 12th-ലും ഒക്കെ സ്കൂൾ ടോപ്പേഴ്സോ കോളേജിൽ ഗോൾഡ് മെഡലിസ്റ്റുകളോ ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പം ഇവർക്കൊരു പെർഫെക്ഷനിസം എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിട്ടേ പരീക്ഷ എഴുതത്തുള്ളൂ. പക്ഷേ UPSC പ്രിപ്പറേഷനിൽ അങ്ങനെ ഒരു പെർഫെക്റ്റ് പ്രിപ്പറേഷൻ നടക്കത്തില്ല. നമ്മളിനി എത്ര പഠിച്ചാലും ദർ വിൽ ബി ലോട്ട് ഓഫ് ബുക്സ് ആൻഡ് ലോട്ട് ഓഫ് കണ്ടന്റ് ദറ്റ് യു ഹാവ് ടു പ്രിപ്പയർ. അപ്പോൾ ഈ പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് എഴുതാമെന്ന് വിചാരിച്ച് ഇവർ എക്സാം അറ്റൻഡ് ചെയ്യാതെ 2, 3, 4 വർഷം ഇരിക്കും. എനിക്ക് ഒരുപാട് കുട്ടികളെ അങ്ങനെ അറിയാം. ഫസ്റ്റ് അറ്റംപ്റ്റ് ഇല്ല, ഞാൻ പഠിച്ചില്ല, പഠിച്ച അടുത്ത വർഷം എഴുതാം, അടുത്ത വർഷം ഇത് തന്നെ പറയും. അങ്ങനെ ഒരു 3 വർഷം ഇവരുടെ പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു പെർഫെക്ഷനിസം പല കുട്ടികളുടെയും പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ 2, എല്ലാ സ്റ്റേജിലും കണ്ടന്റ് ഇല്ല എന്ന് പറയും. പക്ഷേ ഈ എഴുതിയ ടോപ്പേഴ്സ് അങ്ങനെ ഒരുപാട് കണ്ടന്റ് ഉള്ളവരല്ല. അവരുള്ള കണ്ടന്റ് മാക്സിമം എങ്ങനെ പ്ലേസ് ചെയ്യാം, സ്ട്രക്ചർ ചെയ്യാമെന്ന് എക്സ്പ്ലോർ ചെയ്തവരാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു കണ്ടന്റിനോടുള്ള ഒബ്സഷനും പെർഫെക്ഷനിസം എനിക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടായിട്ട് ഫസ്റ്റ് ടൈമേഴ്സിൽ കണ്ടിട്ടുണ്ട്. റീനു ഇപ്പോൾ പറഞ്ഞു നമ്മൾ കണ്ടന്റ് ഇല്ല എന്ന് പറയുന്നത്. പക്ഷേ കണ്ടന്റ് റിവൈസ് ചെയ്യുക, കണ്ടന്റ് കളക്ട് ചെയ്യുക മാത്രമല്ല റിവൈസ് ചെയ്യാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. റീനുവിന്റെ റിവിഷൻ സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു? ഏകദേശം ഇപ്പോൾ പ്രിലിംസിനാണെങ്കിൽ പ്രിലിംസ് അടുത്ത് വരികയാണ്, ഏകദേശം എപ്പോൾ തൊട്ടാണ് റിവിഷൻ തുടങ്ങുന്നത്? നവംബറിൽ പ്രിലിംസ് ടെസ്റ്റ് സീരീസിന് ജോയിൻ ചെയ്യും. സോ അന്ന് തൊട്ട് എല്ലാ ആഴ്ചയും ഇപ്പോൾ ഒരാഴ്ച ഒരു സബ്ജക്റ്റ് ആയിരിക്കുമല്ലോ, അപ്പോൾ ആ ആഴ്ച അതൊന്ന് റിവൈസ് ചെയ്യും. പിന്നെ ഒരു 3 monthsനുള്ളിൽ 3-4 months സബ്ജക്റ്റുകൾ കഴിയും. ഫുൾ ടെസ്റ്റ് തുടങ്ങുമ്പോൾ പിന്നെ ഒരു 5 ഫുൾ ടെസ്റ്റ്, 6 ഫുൾ ടെസ്റ്റ്, അപ്പം 6 rounds 7 rounds ഓഫ് റിവിഷൻ ഒക്കെ പോകും. അപ്പോൾ എൻ്റെ നോട്ട് വളരെ ചെറുതാണ്. എൻ്റെ കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് ആഡ് ചെയ്ത് എടുത്ത കണ്ടന്റ്. അപ്പോൾ അത് വളരെ പ്രിസൈസ് ആയിട്ട് വേണ്ട സാധനം മാത്രമേ അതിനകത്തുള്ളൂ. അങ്ങനെ എഴുത്തോ സെന്റൻസസ് ഒന്നുമില്ല, കീവേഡ്സ് മാത്രം. അത് റിവൈസ് ചെയ്യാൻ എനിക്ക് വലിയ സമയം എടുക്കത്തില്ല. അപ്പം ഞാനൊരു 6 to 7 rounds ഒക്കെ ഒരു വർഷം റിവിഷൻ പോയിട്ടുണ്ട്. മെയിൻസിന് എങ്ങനെയായിരുന്നു നോട്ട് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആൻഡ് റിവിഷൻ സ്ട്രാറ്റജി? മെയിൻസിന്റെ നോട്ട് ആക്ച്വലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഓരോ സബ്ജക്റ്റിന്റെയും തീംസ് വെച്ചായിരുന്നു നോട്ട് ഉണ്ടാക്കിക്കൊണ്ടത്. പോളിറ്റിയാണ്, ജുഡീഷ്യറിൽ ഇന്ന തീംസിൽ നോട്ട് ഉണ്ടാക്കി. പിന്നെ അത് ഡിജിറ്റൽ ഉണ്ടാക്കിയോണ്ട് തന്നെ ആഡ് ഓൺസ് കറണ്ട് അഫയേഴ്സ് ആഡ് ചെയ്യും. പിന്നെ ഓരോ ടെസ്റ്റ് കഴിയുമ്പോഴത്തേക്കും അതിലെ കണ്ടന്റ് ആഡ് ചെയ്യും, ചിലത് എലിമിനേറ്റ് ചെയ്യും. പിന്നെ ഈ ഡിജിറ്റൽ നോട്ട് എഡിറ്റ് ചെയ്യുന്ന പ്രോസസ്സ് തന്നെ ഒരു റിവിഷൻ ആണല്ലോ. നമ്മൾ ആദ്യം എഴുതിയത് ട്രിം ചെയ്യും, പിന്നെ അതിൽ മണ്ടയിലോട്ട് ആഡ് ചെയ്യും. സോ എനിക്ക് മെയിൻസും മൾട്ടിപ്പിൾ റൗണ്ട്സ് ഓഫ് റിവിഷൻ ഇതിൽ തന്നെ പോയിട്ടുണ്ട്. അപ്പോൾ ഡിജിറ്റലി ഉണ്ടാക്കുന്നതായിരുന്നു എനിക്ക് വർഷം കൂടെ ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയത്. റീനു നേരത്തെ പറഞ്ഞിരുന്നു ഫോറിൻ സർവീസ് ആണ് ഫസ്റ്റ് ചോയ്സ് എന്ന്. അപ്പോൾ പക്ഷെ സാധാരണ എല്ലാവരും IAS ആണ് ഫസ്റ്റ് ചോയ്സ് വയ്ക്കുന്നത്. അപ്പം IFSനോട് എങ്ങനെയാണ് ഇത്ര താല്പര്യം തോന്നുന്നത്? നേരത്തെ കോളേജിൽ ഒരു എക്സ്പോഷറിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷെ വാട്ട് റിയലി എക്സൈറ്റ്സ് യു അബൌട്ട് ഫോറിൻ സർവീസ്? ശരിക്കും UPSCയിലോട്ട് വന്നത് ഫോറിൻ സർവീസിന് വേണ്ടി തന്നെയാണ്. അപ്പോൾ ഈ കുഞ്ഞിലെ നമ്മൾ ഈ IAS, IPS, IFS പറയുമ്പോഴത്തേക്കും IFSനെ കുറിച്ച് ഞങ്ങൾ സ്കൂളിൽ പറയുന്ന കാര്യം ലോകം കാണാൻ പറ്റും, അത് മാത്രമായിരുന്നു പറഞ്ഞത്. അപ്പോൾ കുഞ്ഞിലെ ആ ഒരു സാധനം ഉണ്ട്, നമുക്ക് ലോകം മൊത്തം കാണാമെന്നുള്ളത്. പിന്നെ കോളേജിൽ വന്നിട്ട് പിന്നെ IR റിലേറ്റഡ് കുറേ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണാൻ തുടങ്ങി. ഇപ്പോൾ ഇപ്പോഴാണെങ്കിലും മറ്റേ ഫസ്റ്റ് പോസ്റ്റിന്റെ ചാനൽ അങ്ങനെയൊക്കെ ഒരുപാട് കാണുമ്പോഴത്തേക്കും ആ സബ്ജക്റ്റിനോടുള്ള ഒരു ഇഷ്ടം ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ഫോറിൻ സർവീസ് ആണെങ്കിൽ പിന്നെ S ജയശങ്കർ വന്നേ പിന്നെ എന്നെ ഒരുപാട് പേർക്ക് ഫോറിൻ സർവീസ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. അപ്പം അങ്ങനെ കുറച്ച് ഫാക്ടേഴ്സ് എൻ്റെ മെയിൻലി എൻ്റെ പിയർ ഗ്രൂപ്പാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. അവരും IRൽ ഒരുപാട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആൻഡ് ദേ ടോക്ക് അബൌട്ട് ഹൗ ഫോറിൻ സർവീസ് ആക്ച്വലി ഫങ്ഷൻസ്. അപ്പം അതാണ് ശരിക്കും ഇൻഫ്ലുവൻസ് ചെയ്തത്. പൊതുവെ ഈ ഇന്റർനാഷണൽ റിലേഷൻസ് റിലേറ്റഡ് ഡിസ്കഷൻസും ഡയലോഗ്സും സൗത്ത് ഇന്ത്യയിൽ, കേരളത്തിൽ പൊതുവെ കുറവാണ്, കുറെ കൂടെ ഡൽഹി സെൻട്രിക് ആണ്. അങ്ങനെ റീനുവിന് തോന്നിയിട്ടുണ്ടോ? എനിക്കത് കമ്പയർ ചെയ്ത് പറയണമെങ്കിൽ ഇവിടുത്തെ ഒരു കോളേജിൽ ഞാൻ പാർട്ടാവണം. എനിക്ക് പക്ഷേ തോന്നിയത് പൊതുവെ ഈ ആർട്സ് സബ്ജക്റ്റ് ഫോളോ ചെയ്യുന്ന സ്റ്റുഡൻസ്, ഇപ്പം ഞങ്ങളുടെ കോളേജിലാണെങ്കിലും സയൻസും ആർട്സും ഉണ്ടായിരുന്നു. സയൻസിലുള്ളവർ അത്ര IR പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. കൂടുതലും ഹ്യൂമാനിറ്റീസിലുള്ളവരാണ് IR പറയുന്നത്. നമ്മുടെ സബ്ജക്റ്റിന്റെ സിലബസിന്റെ ഭാഗമായിട്ട് ഇന്റർനാഷണൽ റിലേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ സബ്ജക്ട് ദറ്റ് യു സ്റ്റഡിങ്. ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എടുത്ത ഒരു സ്റ്റുഡൻറ് എന്തായാലും IRൽ മെജോറിറ്റിയും IRൽ ഇൻട്രസ്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യനേക്കാളും കൂടുതലും എടുക്കുന്ന സബ്ജക്ട് സൗത്ത് ഇന്ത്യയിൽ കൂടുതൽ ഒരു സയൻസിനുള്ള ഒരു ഒബ്സഷൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഫിസിക്സും കെമിസ്ട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് IRനെ കുറിച്ച് പറയാനൊരു അങ്ങനെ ഫോറം ഇല്ല. എനിക്ക് ഹ്യൂമാനിറ്റീസ് എടുക്കുന്ന സ്റ്റുഡൻസിനോട് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലൊക്കെ പൊളിറ്റിക്കൽ സയൻസ് എടുത്ത പിള്ളേർ കുറച്ചും കൂടി, ഇപ്പം ഞാൻ ഹോസ്റ്റലിൽ ട്രിവാൻഡ്രം നിന്നപ്പോഴും അവർ കുറച്ചും കൂടെ പറയുന്നുണ്ടായിരുന്നു ഇതിനെ കുറിച്ചൊക്കെ. റിനു, റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് ഒത്തിരി മെമ്മറബിൾ മൊമെന്റ്സ് ഉണ്ടാവാം, ചില ഫണ്ണി മൊമെന്റ്സ് ഉണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും ഫണ്ണി മൊമെന്റ്സ് ഉണ്ടോ റീകോൾ ചെയ്തെടുക്കാൻ? എൻ്റെ കേസിൽ ഞാൻ പത്തനാപുരത്തു നിന്നാണ്. അപ്പോൾ അവിടെ
അങ്ങനെ സ്ഥിരം UPSC റിസൾട്ട് വരുന്നതല്ല. അപ്പൊ അവർക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു റിസൾട്ട് ആയതുകൊണ്ട് തന്നെ അവർക്കെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ അവരുടെ എല്ലാ പ്രോഗ്രാംസിലും ഇപ്പൊ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ റീസെന്റ് ഞാൻ അവിടെ പത്തനാപുരത്ത് ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് മീൻകട നടത്തുന്ന ഒരു ചേട്ടനുണ്ട് ഇപ്പോഴുണ്ട്. അപ്പൊ ചേട്ടൻ എല്ലാ ദിവസവും അവിടെ വരുന്ന ആൾക്കാരുടെ പേര് എഴുതി വെച്ചിട്ട് സൺഡേ അവരുടെ പേരെല്ലാം കൂടെ നറുക്കെടുക്കും. എന്നിട്ട് നറുക്കെടുത്തിട്ട് കിട്ടുന്ന ആൾക്ക് 1 കിലോ മീൻ ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പൊ എന്നെ വിളിച്ചിട്ട് നറുക്കെടുക്കാൻ വരണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ചേട്ടൻ വിചാരിച്ച് ഞാൻ വരുമെന്ന് വിചാരിച്ച് അവിടുത്തെ ലോക്കൽ മീഡിയ ഒക്കെ റെഡി ആയിട്ടിരിക്കുമായിരുന്നു. വിനയത്തിന്റെയും താഴ്മയുടെയും നിറകടമായ നമ്മുടെ കളക്ടർ മീൻകടയിലേക്ക് വരുന്നു. അപ്പൊ അങ്ങനെ വെച്ചാൽ നമ്മൾ ഡെയിലി കാണുന്നവരാണ്, നമുക്ക് പോവാതിരിക്കാനും പറ്റില്ല. പിന്നെ ആ സമയം തിരുവനന്തപുരം ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷെ അങ്ങനെ മീൻകട, ജിമ്മ്, അങ്ങനെ എല്ലാ സാധനങ്ങളുടെ ഉദ്ഘാടന അനുമോദനമായിട്ടാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെ കുറച്ച് ഫണ്ണി മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു പോപ്പുലാരിറ്റി അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു മീഡിയ അറ്റൻഷൻ അങ്ങനെ വരുമ്പോ അത് എങ്ങനെയാ നമ്മുടെ റെസ്പോൺസ്? റീനുവിന്റെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? എന്റെ റെസ്പോൺസ് ശരിക്കും ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ളതായിരുന്നു. കാരണം സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ 4 വർഷമായിട്ട് മുക്കി പാസ്സായതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ, എനിക്ക് എന്നെ തന്നെ വലിയ വില ഉണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാരും പറയുമ്പോഴും ഞാൻ പറയട്ടെ, ഇതിൽ വലിയ കാര്യമില്ല. കാരണം പിന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, എന്നെക്കാളും ഒരുപാട് കഴിവുള്ളവർ ലിസ്റ്റിന് പുറത്ത് നിൽപ്പുണ്ടെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഇതില് കണ്ടന്റും നമ്മുടെ ആൻസർ റൈറ്റിംഗ് സ്കില്ലിനേക്കാളും കുറെ വേരിയബിൾസ് ഉണ്ടല്ലോ. വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള റിസൾട്ട് ആണല്ലോ UPSC റിസൾട്ട്. അപ്പം എനിക്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൃത്യമായിട്ടുണ്ട്. എന്നെക്കാളും ഒരു ഇരട്ടി കഴിവുള്ള ഒരുപാട് പേര് റിസൾട്ടിന് പുറത്തുണ്ട്. പിന്നെ ഞാൻ ഇത്രയും വർഷം എടുത്തിട്ടാണല്ലോ ഇത് ക്ലിയർ ചെയ്തത്. അപ്പൊ എന്നോട് എനിക്ക് തന്നെ വലിയ ബഹുമാനവും സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. ആൾക്കാർ പറയുമ്പോഴും ഞാൻ ഇതൊക്കെ കുറച്ച് ഓവറല്ലേ, അതാണ് എൻ്റെ ഒരു റിയാക്ഷൻ വന്നുകൊണ്ടിരുന്നത്. സാധാരണ ലാസ്റ്റ് ചോദിക്കുന്ന ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഒത്തിരി ആൾക്കാർ UPSC ആസ്പിറൻസ് അവർ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ആൾക്കാർ ഈ ഇന്റർവ്യൂ കണ്ടിട്ട് നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ കണ്ടല്ലോ, അതുപോലെ ഈ ടോപ്പർ സ്ട്രാറ്റജിയും എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നൊക്കെ ആലോചിക്കുന്നുണ്ടായിരിക്കും. റീനുവിന് അവർക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്തായിരിക്കും? കോളേജ് സ്റ്റുഡൻസ് ആസ്പിറൻസ് ഹു വാണ്ട് ടു കം ഇൻ ടു UPSC കോളേജോ ഫൈനൽ ഇയർ ഏതായാലും. അപ്പോൾ ഒന്നാമതായിട്ട് പറയാനുള്ളത്, UPSC ഒരു ബുക്കിഷ് നോളജ് ചെക്ക് ചെയ്യുന്ന ഒരു എക്സാം ആയിട്ട് എനിക്ക് അധികം ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഇപ്പോൾ 2023 പ്രിലിംസിൽ ചോദിച്ച ചോദ്യം, അണ്ണാൻ കൂട് കൂട്ടുന്നത് മരത്തിന്റെ മണ്ടയിലാണോ താഴെയാണോ, പിന്നെ മറ്റേ ഡാൻസ് കളിച്ച് ഫുഡ് കണ്ടുപിടിച്ച് പാർട്ട്നേഴ്സിനെ അറിയിക്കുന്ന സ്പീഷീസ് ഏതൊക്കെയാണ്, ഇതൊന്നും ബുക്കിഷ് നോളജിന്റെ ഭാഗമേ അല്ല. ഇതൊക്കെ നമ്മുടെ ഒരു ജനറൽ ബോധമാണ് ചെക്ക് ചെയ്യുന്നത്. ഇപ്പം കോളേജ് ലെവലിലാണെങ്കിലും സ്കൂൾ ലെവലിലാണെങ്കിലും ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊരു ക്യൂരിയോസിറ്റി വേണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരുപാട് പുസ്തക പുഴുക്കളാവുന്നതിൽ നല്ലത് ജനറൽ ബോധം വേണം. ഇപ്പൊ നമ്മുടെ വാർഡ് മെമ്പർ ആരാണ്, പഞ്ചായത്ത് പ്രസിഡന്റ് ആരാണ്, അക്ഷയ സെന്ററിൽ എന്താ നടക്കുന്നത്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, നമുക്ക് ചുറ്റും നടക്കുന്ന ഒരു കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അവയർനെസ് ഉള്ളവരെയാണ് എനിക്ക് തോന്നുന്നു UPSC എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പം സ്കൂൾ ലെവലാണെങ്കിൽ ഡെഫിനറ്റ്ലി ന്യൂസ് പേപ്പർ റീഡിങ് ഹാബിറ്റ് ബിൽഡ് ചെയ്യുക, ചുറ്റും നടക്കുന്നത് എന്താണെന്നുള്ളതൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം എന്നാണ്. ആൻഡ് കമ്മിങ് ടു ആസ്പിറൻസ് ഓർ സീരിയസ്ലി പ്രിപ്പയറിംഗ്, ലൈക്ക് കോളേജ് കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ന്യൂസ് പേപ്പർ തന്നെ ആയിരിക്കും ഞാൻ ബേസ് ആയിട്ട് പറയുന്നത് ആ ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട്. പിന്നെ നിങ്ങളുടെ സോഴ്സ് ലിമിറ്റ് ചെയ്ത് വെക്കുക, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാതെ ഫിക്സ് 1 ബുക്ക്, അത് തന്നെ ഒരു മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്തിട്ട് പ്രാക്ടീസ്. ഇപ്പോൾ പ്രിലിംസിനാണെങ്കിലും ഞാൻ ഒരു സബ്ജക്റ്റിൽ ഒരു 1000 MCQs ചെയ്തിട്ടുണ്ട്. മെയിൻസിനാണെങ്കിലും ഒരു സബ്ജക്റ്റിൽ മാക്സിമം 6-7 ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസർ കീസും എടുത്ത് കണ്ടന്റ് കേട്ടിട്ടുണ്ട്. ഇന്റർവ്യൂ ആണെങ്കിലും ഡെയിലി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. സോ 3 സ്റ്റേജിലും എനിക്ക് വർക്ക് ചെയ്തിട്ടുള്ളത് പ്രാക്ടീസ് മന്ത്രം തന്നെയാണ്. സോ ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഐ വുഡ് സേ. Thank you, Reenu. It was a very fun-filled conversation. Thank you. Thanks. Fortune IAS Academy. More than just an academy.